എൻ്റെ മൂത്ത മോനാ പോയത്. ഇന്ന് രണ്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവരും ആ ഡോക്ടർമാരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത്രയും ദൈവം നമ്മൾ നിശ്ചയത്തിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കരഞ്ഞ് ഇരിക്കുക. എന്ത് ചെയ്യുന്നത്? എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഈ മതിലിനപ്പുറത്ത് നിന്നിട്ട് കൈ കാണിക്കുന്ന ഒരാളായിരുന്നു. അവർക്ക് അറിയില്ല, അവര് ആ പ്രായമല്ലേ, ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരിക്കലും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. റോഡിൽ അപകടത്തിൽപ്പെട്ട് കിടന്ന സമയത്തെ വന്ന് ശുശ്രൂഷിച്ച ഡോക്ടർമാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകും. അതെ, മതിയാവത്തില്ല ഒരിക്കലും. ദൈവത്തിന്റെ ഒരു പറ്റത്തില്ല, ഒരു കരുതൽ ഇതാണ് അവര് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം ഒരിക്കലും നമ്മുടെ വാക്കാൽ നന്ദി പറഞ്ഞാൽ പറ്റത്തില്ല. വാക്കാൽ ഒരിക്കലും നന്ദി പറഞ്ഞാൽ പറ്റത്തില്ല. പരമാവധി ഞാൻ നോക്കിയതാണ്. ദൈവം നമ്മൾ നിശ്ചയത്തിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കരഞ്ഞ് ഇരിക്കുക. എന്ത് ചെയ്യുന്നത്? എൻ്റെ മൂത്ത മോനാ പോയത്. ഇന്ന് രണ്ട് കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എപ്പോഴും വന്നു കഴിഞ്ഞാൽ ഈ മതിലിനപ്പുറത്ത് നിന്നിട്ട് കൈ കാണിക്കുന്ന ഒരാളായിരുന്നു. എപ്പോ വന്നാലും സുഹൃത്തല്ല, എൻ്റെ അനിയനാണ്. അനിയനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രക്തബന്ധമല്ല, അല്ലാതെ തൊട്ടയൽവക്കം. ഞങ്ങളുടെ വീടിനടുത്ത സഹോദരൻ. കാരണം ഒരിക്കലും അങ്ങനെ ഒരു ചിന്തിക്കാൻ പോലും പറ്റാത്തൊരിതാണ്. ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ഇതാണ് ഇന്നലെ രാവിലെയാണ് അറിയുന്നത്. ഇന്നലെ രാവിലെ കേട്ടാൽ ഞാനൊരു ഓട്ടം പോയിട്ട് വന്നപ്പോൾ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ വീട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ലിനുവിനൊരു അപകടം സംഭവിച്ചു എന്നറിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിയുടെ അനിയനായിട്ട് ഷിജുവിനെ വിളിച്ചവൻ പറഞ്ഞു, ഇതുപോലെ വെൽകെയർ ഹോസ്പിറ്റലിലാണ്, ഞങ്ങൾ അവിടെ നിൽക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നും പറയാൻ പറ്റത്തില്ല, അത് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങളൊരു 2 മണിയായപ്പം ഇവിടുന്ന് ഇറങ്ങി സ്കൂളിൽ പോയിട്ട് കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ വെൽകെയർ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. അതിന് പുള്ളി വെൻറ്റിലേറ്ററിലായിരുന്നു. അന്നേരം നമ്മളതിനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് മുമ്പോട്ട്, അതായത് പുള്ളിയുടെ ജീവൻ്റെ ഇതിലായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് ഒരു 10% അപ്പോഴും പറയുന്നത്. അപ്പോൾ ഈ വീട്ടുകാരെ പോലും അറിയിപ്പിച്ചിട്ടില്ലായിരുന്നു അത് ഇത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന്. വീട്ടിൽ പുള്ളിയുടെ അച്ഛനും അമ്മയും മറ്റു കുടുംബങ്ങളും ആരും അറിഞ്ഞിട്ടില്ല, ക്രിട്ടിക്കലാണെന്ന് അറിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞാൽ 48 മണിക്കൂറായിരുന്നു. പക്ഷേ ആ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. നമ്മളെ ഒരിക്കലും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡിൽ വെച്ച് തന്നെ ശസ്ത്രക്രിയ ചെയ്തു എന്ന് പറഞ്ഞ ഡോക്ടർമാരെയോ ആ വെൽകെയർ ഡോക്ടർമാരെയോ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം ഏതൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും പൈസയ്ക്ക് വേണ്ടി മാത്രം ഒരു രോഗിയെ അല്ലെങ്കിൽ ഒരാളെ ചെന്ന് കഴിഞ്ഞാൽ അവരെ എന്താ പറയുന്നത്, നമുക്കറിയാമല്ലോ, അവരെ ഇത് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി വെൻറ്റിലേറ്റർ എടുത്തില്ലേ, ആ ഒരു പക്ഷേ അവിടുത്തെ ഡോക്ടർമാർ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞായിരുന്നോ? വിളിച്ച് പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞ സംഭവം. പിന്നെ അതുപോലെ ഞങ്ങൾ ആണികളെയും കൊണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് വീട്ടിലോട്ട്. ഈ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം ഈ വണ്ടിയുടെ നമ്പർ വെച്ചിട്ടാണ്, അതായത് ഈ വണ്ടി ഷിജു എന്നൊരാളുടെ പേരിലാണ്, ഈ ലിനുവിൻ്റെ അനിയൻ്റെ പേരിലാണ് വണ്ടി. കാരണം ആ നമ്പർ വെച്ചിട്ടാണ് പോലീസുകാർ വിളിച്ചിട്ട് ഇതുപോലെ ആക്സിഡൻറ്റ് നടന്നു, എത്രയും പെട്ടെന്ന് ഈ വെൽകെയർ ഹോസ്പിറ്റലിൽ എത്തണമെന്ന് പറഞ്ഞത് ഈ ഷിജുവിൻ്റെ നമ്പർ വെച്ചിട്ടാണ് പറഞ്ഞത്. അതിൻ്റെ പ്രകാരമാണ് ഷിജു രാത്രി തന്നെ വെൽകെയർ ഹോസ്പിറ്റലിൽ പോയതും പുള്ളിയുടെ അനിയൻ ചെന്നൈയിലെ ജോലിയാണ്, പുള്ളി അവിടെ എത്തിയത്. ആ ഡോക്ടർമാരുടെ ധൈര്യം എന്ന് പറഞ്ഞാൽ നട റോഡിൽ ഒരു മനുഷ്യനെ ശസ്ത്രക്രിയ ചെയ്യാൻ കാണിച്ച ഒരു ധൈര്യം, അതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ നട റോഡിൽ അവരുടെ ആ ധൈര്യത്തെ നമ്മൾ എത്രമാത്രം പ്രശംസിച്ചാലും മതിയാവത്തില്ല. അത്രമാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവരും ആ ഡോക്ടർമാരെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത്രമാത്രം ഈ നാട്ടിലുള്ളവരെല്ലാം ആ ഡോക്ടർമാരെ സ്നേഹിക്കുന്നുണ്ട്. ആ ഡോക്ടർ എവിടെ ഇരുന്നാലും എവിടെ ജോലി ചെയ്താലും ആ ഡോക്ടർമാർക്ക് നല്ലതേ വരൂ.
നല്ല ഒരു ഡോക്ടർമാരാണ്. നടു റോഡിൽ നിന്ന് അതും മൊബൈലിൻ്റെ വെട്ടത്തിലാണ് ശസ്ത്രക്രിയ ചെയ്തത്. അവർ ജീവൻ രക്ഷിക്കാൻ ആ ജീവൻ എന്തെങ്കിലും അവിടെ വെച്ച് പറ്റിയിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ജോലിയെ തന്നെ ബാധിക്കുന്ന പല വിഷയങ്ങളും വന്നേനെ. പക്ഷേങ്കിൽ അവരതൊന്നും നോക്കിയില്ല. ആ ശസ്ത്രക്രിയ അവർ ചെയ്യുകയാണ് ചെയ്തത്. വളരെ സൗമ്യനായ ചെറുപ്പക്കാരൻ. കാരണം എല്ലാവരോടും ഹായ് പറഞ്ഞു അധ്വാനിച്ച് ആ കുടുംബത്തിലെ ഏക അത്താണിയായിരുന്നു ലിനു. അദ്ദേഹത്തിൻ്റെ അനിയനുണ്ട്. അദ്ദേഹം പിന്നെ ചെന്നൈയിലെ അച്ഛൻ പെട്ടവരുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കും. പക്ഷേങ്കിലും ആ കുടുംബത്തിലെ ഏക ആശ്രയമായിരുന്നു. ഇതൊരു തീരെ നഷ്ടമാണ് ആ കുടുംബത്തിൽ. ക്രിസ്മസ് അവധി വന്നപ്പം വീട്ടിലോട്ട് വരാൻ അച്ഛൻ പറഞ്ഞല്ലോ 3 മണിക്ക് വിളിച്ചിട്ട് ഞാൻ വണ്ടി കയറി എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരുവാന്ന് പറഞ്ഞതാണ്. പക്ഷേ അവിടെ വെച്ച് അപകടം നടക്കാൻ അതെ ക്രിസ്മസ് സമ്മാനമായിട്ട് വന്നതാണ്. പറഞ്ഞല്ലോ അവർ ബാംഗ്ലൂർ വരെ ബൈക്കിലാണ് പോകുന്നത്. ട്രിവാൻഡ്രം, എറണാകുളം ബൈക്കിലാണ് പുള്ളി കൂടുതലും യാത്ര ചെയ്തിരിക്കുന്ന. ബൈക്ക് യാത്രയാണ് കൂടുതലും.